മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. തേവര SH സ്കൂളിലെ ബസ്സിനാണ് തീപിടിച്ചത്. കുട്ടികൾ സുരക്ഷിതരാണ്. നാമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നാമി, ഏറെ ആശങ്കപ്പെടേണ്ട ഒരു വാർത്തയായിരുന്നു. പക്ഷേ കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരാണ് എന്നറിയുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇതിനു മുൻപും സമാന സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സ്കൂൾ ബസ്സിന് തീപിടിച്ച ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതെപ്പോഴായിരുന്നു സംഭവം? കുട്ടികളെല്ലാവരും പൂർണ്ണ സുരക്ഷിതരാണല്ലോ, അല്ലേ? തേവര കുണ്ടന്നൂർ ഭാഗത്തിന് പാലത്തിന് സമീപമായി ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഒരു സ്കൂൾ ബസ്സാണ്. SH കോളേജിലെ തേവര SH സ്കൂളിലെ സ്കൂൾ ബസ്സിനാണ് തീപിടിച്ചത്. പക്ഷെ കുട്ടികളൊക്കെ സുരക്ഷിതരാണ്. കൃത്യമായി ഡ്രൈവറിന്റെ ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ കുട്ടികളെ ആകെ രക്ഷിച്ചത്. ഈ കുട്ടികളെ കയറ്റുന്നതിനു വേണ്ടി സ്കൂൾ ബസ് ഒരിടത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന സമയത്താണ് ബസിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും തീ പടർന്നതായി ഡ്രൈവർ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ കുട്ടികളെ പുറത്തേക്കിറങ്ങി. നമുക്കറിയാം, ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അവിടെ പണി നടക്കുന്ന അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതിനാൽ അവിടെ കുണ്ടും കുഴികളും രൂപപ്പെട്ടതിനാൽ വലിയ രീതിയിലുള്ളൊരു ഗതാഗത തടസ്സം പാലത്തിലുണ്ടായിരുന്നു. അപ്പോൾ സമീപത്തൊക്കെ ഈ ബസ്സിനോട് ചേർന്നൊക്കെ മറ്റ് വണ്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു അപകടമാണ് ഈ ഡ്രൈവറുടെ കൃത്യമായ ഇടപെടൽ മൂലം ഒഴിവായത്. പെട്ടെന്ന് തന്നെ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം പുറത്തേക്കിറങ്ങി, ഡ്രൈവറും പുറത്തിറങ്ങി. ഈ സമയം കൊണ്ട് തന്നെ ബസ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു രീതിയിലാണ് കാണപ്പെട്ടത്. പെട്ടെന്ന് നാട്ടുകാരും ഫയർഫോഴ്സിനെ ഒക്കെ വിവരം അറിയിച്ച് നാട്ടുകാരുടെ ഒരു പെട്ടെന്നുള്ള ഇടപെടൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. പിന്നീട് വേഗം തന്നെ ഈ ബസ്സിന്റെ തീ അണയ്ക്കുകയും ചെയ്തു. എന്തായാലും തേവര പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഈ പെട്ടെന്ന് ഈ വാഹനം തീപിടിക്കാൻ കാരണമെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ആണോ ഇങ്ങനെ തീപിടിക്കാൻ കാരണം എന്നുള്ളൊരു നിഗമനമാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പക്ഷേ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. നമുക്കറിയാം, സ്കൂളിൽ പോകുന്ന സമയമാണ്. സ്കൂൾ കുട്ടികളെയൊക്കെ ആയിട്ടാണ് ഈ ബസ്സും സ്കൂളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പാലത്തിലെത്തിയത്. ആ സമയത്താണ് ഇത്ര വലിയൊരു അപകടമുണ്ടായത്. ഡ്രൈവറും കുട്ടികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് തീർത്തും ആശ്വാസകരം കൂടിയാണ്. കാരണം വലിയൊരു ദുരന്തം ആയിരുന്നു സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ദുരന്തമാണ് ഇല്ലാതായത്. അത് തീർത്തും ആ ഡ്രൈവറുടെ ഇടപെടൽ തന്നെയാണ്. അത് തീർത്തും അഭിനന്ദനാർഹമാണല്ലേ? കാരണം കൃത്യമായ ഇടപെടലാണ് ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ സഹായിച്ചത്, അല്ലേ നവമി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഭവ്യ. ഈ ഡ്രൈവർ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട്. താൻ ഡ്രൈവറിന്റെ മുൻവശത്തെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ തീ വരുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. പെട്ടെന്ന് തന്നെ കുട്ടികളെ പുറത്തിറക്കി. അതുകൊണ്ട് പിന്നീട് ഈ തീ നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ ബസ് നിമിഷങ്ങൾക്കൊടുവിൽ തന്നെ ആളിക്കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കുട്ടികളെയും ഒക്കെ അവിടേക്ക് സുരക്ഷിതമായി മാറ്റി നിർത്തി. പിന്നീട് നാട്ടുകാരാണ് ആദ്യം തീ അണച്ചത്. പിന്നീടാണ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത്. വലിയൊരു ദുരന്തം. ഈ ഡ്രൈവറുടെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് അവിടെ ഒഴിവായിരിക്കുന്നത്. ഇനി കണ്ടെത്തേണ്ടത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ തീപിടിക്കാനുള്ള കാരണമെന്നാണ്. നമുക്കറിയാം, സ്കൂൾ തുറന്നതേ ഉള്ളൂ. ഈ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് സ്കൂൾ ബസ്സുകൾ നിരത്തിൽ ഇറക്കിയിരിക്കുന്നത്. MVDയുടെ തന്നെ കർശന പരിശോധനയും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാഹനത്തിൽ നിന്നും തീ പിടിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും MVD ഉദ്യോഗസ്ഥരും ഒക്കെ അല്പസമയത്തിനുള്ളിൽ സ്ഥലത്തെത്തും. ആദ്യത്തെ ആശ്വാസം എന്നോണം കുട്ടികൾ സുരക്ഷിതരാണ്, ഡ്രൈവറും സുരക്ഷിതരാണ്. ആർക്കും അപകടം സംഭവിച്ചില്ല. ഡ്രൈവറുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും അതോടൊപ്പം നാട്ടുകാരുടെ ഒരു ഇടപെടലും തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. തീർച്ചയായും അത് തന്നെയാണ് ഡ്രൈവറുടെ ആ ഒരു ഇടപെടൽ. അത് തീർത്തും അഭിനന്ദനാർഹമാണ്. കാരണം വലിയൊരു ദുരന്തം അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് ഇല്ലാതാക്കി എന്ന് പറയാം. എന്തായാലും നാമി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് കൃത്യമായ ഫിറ്റ്നസ് പരിശോധനകൾ അടക്കം നടന്നിരുന്നു MVDയുടെ ഭാഗത്തുനിന്ന് സ്കൂൾ ബസ്സുകളിൽ, സ്കൂൾ വാഹനങ്ങളിലെല്ലാം. പക്ഷേ ഇപ്പോൾ ഇതിനു മുൻപും ഇത്തരത്തിലൊരു സമാന 2 ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു സമാന സംഭവം ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം. അന്നും ആ ഡ്രൈവറുടെ ഇടപെടൽ മൂലം വലിയ ദുരന്തം ഒഴിവായി. ഇപ്പോഴും സമാന സാഹചര്യം. എന്തായാലും എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായതെന്ന വിശദ വിവരങ്ങൾ പുറത്തുവരാൻ ഉള്ളതേയുള്ളൂ. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.